പൈഗൻസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ നടക്കുന്ന ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ നടത്തുന്ന സർവീസ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നടത്തുന്നതാണ്. യാതൊരു വിധത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അറിവില്ലാതെ നടക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 സെഷൻസിലായിട്ട് ഫണ്ടമെൻറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫണ്ടമെൻറ്റൽസിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മാറി നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലോട്ട് കയറും. അപ്പം അതിൻ്റെ ഫോർറണ്ണറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മളിന്ന് ആദ്യം പറയാൻ പോകുന്നത് പാസീവ് ഡിവൈസുകളെ കുറിച്ചിട്ടാണ്. വേഗം പറഞ്ഞു പോകും, നമ്മൾ +2-നൊക്കെ പഠിച്ചതാണ്, അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആദ്യം പറഞ്ഞ റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. റെസിസ്റ്റേഴ്സ് ഒരു പാസീവ് എലമെൻ്റ് ആണ്. ആ പാസീവ് എലമെൻ്റ് ഒരു സർക്യൂട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കറണ്ട് ഫ്ലോയ്ക്ക് റെസിസ്റ്റൻസ് കൊടുക്കും, കൺട്രോൾഡ് റെസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് റെസിസ്റ്ററിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ആ രീതിയിലുള്ള റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഏതൊരു ഡിവൈസിനെയും ഏതൊരു കോമ്പണൻറ്റിനെയും നമുക്ക് റെസിസ്റ്ററായിട്ട് മോഡൽ ചെയ്യാം. കോമൺ കണ്ടുവരുന്ന സിമ്പിൾ ഇങ്ങനെയാണ്. സാധാരണ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു കൺവെൻഷൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ യൂഷ്വലി ചെയ്യുന്ന 3 പീക്ക് മുകളിലോട്ട് 3 പീക്ക് താഴോട്ട്, അതാണ് റെസിസ്റ്ററിൻ്റെ സിമ്പിളായിട്ട് കാണിക്കുന്നത്. അല്ലാതെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇങ്ങനെ പീക്കുകളുടെ എണ്ണം കൂട്ടുക, കുറവാണെങ്കിൽ കുറയ്ക്കുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് റെസിസ്റ്റർ. ഇതൊരു ലീനിയർ എലമെൻ്റ് ആണ്. ലീനിയർ എലമെൻ്റ് എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വി ഐ ക്യാര ലീനിയർ ആയിരിക്കും. അതായത് ഇഫ് യു ഹാവ് വോൾട്ടേജ് അറ്റ് ദ എക്സ് ആക്സിസ് ആൻഡ് ദ കറണ്ട് അറ്റ് ദ വൈ ആക്സിസ്, നിങ്ങളുടെ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിസ് പാസസ് ത്രൂ ദ ഒറിജിൻ. ഇത് ഒറിജിനിലൂടെ പാസ് ചെയ്യണം. ഒറിജിനിലൂടെ പാസ് ചെയ്തില്ലെങ്കിൽ അതിനെ ലീനിയർ എലമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ റീസൺസ് നിങ്ങളെ പിന്നെ പഠിക്കും. അപ്പം ലീനിയർ എലമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാര ഷുഡ് ഗോ ത്രൂ ദ ഒറിജിൻ. ഇനി ഇതിൻ്റെ വാല്യൂ, റെസിസ്റ്ററിൻ്റെ വാല്യൂ വിൽ ഡിപ്പെൻഡ് ഓൺ ദിസ് ലോ. എന്തായിരിക്കും? R വിൽ ബി ഈക്വൽ ടു 1/സ്ലോപ്പ്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫ് അനുസരിച്ച് സ്ലോപ്പ് എന്ന് പറയുന്നത് I/V ആണ്, അല്ലെങ്കിൽ DI/dV ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ്. റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ V/R. V/I. ഇനി യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഈസ് ഓം. ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we have a resistor, when a current passes through it, ആ കറണ്ട് നമ്മൾ I എന്ന് മാർക്ക് ചെയ്താൽ this current will make a drop across this resistor denoted by VR. സോ അതിൽ ഈ VR ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് R ആണെങ്കിൽ VR എന്ന് പറയുന്നത് I ടൈംസ് R ആയിരിക്കും. ഓക്കെ, യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇത് റെസിസ്റ്റർ ആണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ A ആണെങ്കിൽ, ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി റോ ആണെങ്കിൽ, ലെങ്ത് L ആണെങ്കിൽ, അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈക്വൽ ടു പറഞ്ഞു ρL/A, വേർ റോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, റോയുടെ യൂണിറ്റ് ഓം മീറ്റർ ആയിരിക്കും. എയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. എയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും. മീറ്റർ സ്ക്വയർ ഇൻ SI യൂണിറ്റ്സ് മീറ്റർ സ്ക്വയർ ആയിരിക്കണം. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിറ്റ് വൈസ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എന്തായിരിക്കും? ഓം മീറ്റർ ടൈംസ് മീറ്റർ ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ. ഇതെല്ലാം ക്യാൻസലായി പോയി. നിങ്ങൾക്ക് മിച്ചം കിട്ടുന്നത് ഓം ആയിരിക്കും. ശരിയല്ലേ? ഇനി അടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു റെസിസ്റ്ററിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ഒരു റെസിസ്റ്റർ 0 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 0 കെയിലുള്ള റെസിസ്റ്റൻസ് R0 ആണെങ്കിൽ അതിൻ്റെ resistance at any other temperature R of T, which is dependent on the temperature, absolute temperature capital T, is given by R0 into
1 plus alpha times T1 minus T0. എന്താണ് അതിൻ്റെ മീനിങ്? ടെമ്പറേച്ചർ, ഒന്നാമത്തെ മീനിങ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി the resistance at temperature T is dependent on the temperature difference between two temperatures. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് R0 എന്ന് പറയുന്ന അബ്സല്യൂട്ട് സീറോയിലുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ T എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആർബിട്രറി ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ആണ് ഞാൻ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് T1 T2 ആവാം, അതായത് ഇത് T1 ഇത് T2 ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the resistance will depend on the difference between the two temperatures T1 and T2. മനസ്സിലായില്ലേ? അപ്പം ഞാനിത് R0 എന്ന് പറയുന്ന അബ്സല്യൂട്ട് സീറോയിലുള്ള റെസിസ്റ്റൻസ് ആണെന്നുള്ള അസംഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ T0യെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിട്ട് അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് T0 സീറോ ആയിട്ട് വരും. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ ആണ്, വിച്ച് കണക്ട്സ് ദ റെസിസ്റ്റൻസ് അറ്റ് വൺ ടെമ്പറേച്ചർ ടു ദ റെസിസ്റ്റൻസ് അറ്റ് അതർ ടെമ്പറേച്ചർ. ആൻഡ് വാട്ട് ഈസ് എ കണക്ടിവിറ്റി ഫാക്ടർ? അതെന്ന് പറയുന്നത് ആൽഫയാണ്. ആൽഫ എന്താണ്? ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ത് വരെയായിരിക്കും? കാരണം നിങ്ങൾക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റി ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ക്വാണ്ടിറ്റി ഈ ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം? ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി കിട്ടണം. കാരണം ഇത് യൂണിറ്റ്ലെസ് ആണ്, 1 ഈസ് യൂണിറ്റ്ലെസ്. അപ്പോൾ ഈ രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിറ്റ്ലെസ് ആയിട്ടൊരു ക്വാണ്ടിറ്റി കിട്ടണം. അപ്പോൾ എന്ത് കിട്ടണം? പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞായിരിക്കും അല്ലേ? പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് എന്നോ, അതായത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താണോ അതിന്റെ ഇൻവേഴ്സ് യൂണിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട ആൽഫയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കൺഫേം ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു റെഫർ നോക്കിയിട്ട് പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? ആൽഫ മൾട്ടിപ്ലൈഡ് വിത്ത് ഒരു ഡിഗ്രി സെൽഷ്യസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് യൂണിറ്റ്ലെസ് ആയി. 1 പ്ലസ് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി എഗൈൻ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി R0 എന്ന് പറയുന്നത് ഇസ് ഹാവിങ് എ യൂണിറ്റ് ഓം. സോ ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഓം എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റ് വെച്ച് നമ്മൾ ഒരു അൺനോൺ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്താണ്, ഒരു നോർമൽ റെസിസ്റ്റൻസിന് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അതായത് ഒരു ഗിവൺ വയർ റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവൈസിന്റെ ഒരു കോമ്പണന്റിന്റെ റെസിസ്റ്റൻസ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ നോർമലി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ റെസിസ്റ്റൻസ് കൂടും. അതിന്റെ കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഇതിനകത്തുള്ള മോളിക്യൂൾസിനകത്തുള്ള ഇലക്ട്രോൺസ് അതിന്റെ കൈനറ്റിക് എനർജി കൂടുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഇടിക്കുകയും ചെയ്യും. റാൻഡം മോഷൻ ആണ് കൂടുന്നത്, അല്ലാതെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മോഷൻ അല്ല കൂടുന്നത്. റാൻഡം മോഷൻ കൂടുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു പർട്ടിക്കുലർ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കാരണം ഇലക്ട്രോൺസ്, വോൾട്ടേജ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോണിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അതായത് ഒരു ഡ്രിഫ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഹൈലി മൊബൈലായിട്ടുള്ള കൈനറ്റിക് എനർജി, ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസിലോട്ടാണ് നിങ്ങൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർ ഈ വോൾട്ടേജിനെ മൈൻഡ് ആക്കുക. അതായത് അത്യാവശ്യം അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടി, ഒരു സെറ്റ് ക്ലാസ്സിലെ കുട്ടികളെയും അതേസമയം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന കുട്ടികളെയും കൺട്രോൾ ചെയ്യാൻ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്തോറും ഈ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടുകയും അവർ ചന്നം പിന്നെ ഓടി നടക്കുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് അവരെ പുഷ് ചെയ്ത് ഒരേ ഡയറക്ഷനിലോട്ട്, ഒരു യൂണിഫോം ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടും. അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് കൂടുക എന്ന് വെച്ചാൽ പ്രതിരോധം കൂടുന്നു, അല്ലെ റെസിസ്റ്റൻസ് കൂടുന്നു എന്നുള്ളതാണ് മീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ, നോർമൽ മെറ്റീരിയൽസിന്, ഇപ്പോൾ മെറ്റൽ ആണെങ്കിലും മറ്റേതെങ്കിലും ഒരു മെറ്റീരിയലിന് നിങ്ങളുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസുമായിട്ട് പറയാനുള്ള മറ്റൊരു പോയിന്റ്. ഇനി വേറൊരു പോയിന്റ്, റെസിസ്റ്റൻസിനകത്തുള്ള പവർ ഡിസിപ്പേഷൻ. പവർ ഡിസിപ്പേഷൻ എന്തായിരിക്കും? P is given by I squared R. I squared R എന്ന് പറയുമ്പോഴേക്കും
പിന്നെ അതിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് ആണ്. കാരണം പവർ ഡിസിപ്പേഷൻ ആണ്, I square R വാട്ട്സ് ആണ്. ഇനി എനർജി ഡിസിപ്പേഷൻ ആണെങ്കിലോ ജൂൾസ് ഹീറ്റിംഗ്, I squared R T. T is the duration over which the power is consumed. അതായത് I squared R എന്നുള്ള പവർ അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ T ഡ്യൂറേഷൻ ആണ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി ഡിസിപ്പേറ്റഡ് ഇൻ ജൂൾസ് വിൽ ബി ഗിവൺ ആസ് I squared RT. അപ്പോൾ ഇതൊക്കെയാണ് റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സോഴ്സിനെ കുറിച്ച് നമ്മൾ ഇനി വിശദമായിട്ട് പറയും ഉടനെ. നിങ്ങളുടെ കയ്യിൽ ഒരു സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ, മേ ബി ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ. വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ മാറ്റി, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. നിങ്ങളൊരു റെസിസ്റ്റൻസ് റെസിസ്റ്റർ എടുത്തു. റെസിസ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ഈ രീതിയിൽ ഒരു കണക്ഷൻ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെ ബൈപ്പാസ് ചെയ്തൊരു കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത്രയും നേരം റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്തിട്ടുണ്ടെന്നൊരു കറണ്ട് ഉണ്ടാവുമല്ലോ, I എന്നൊരു കറണ്ട് ഉണ്ടാവും. ആ I എന്ത് ചെയ്യും? വാസ് ഡിപ്പെൻഡന്റ് ഓൺ ദിസ് റെസിസ്റ്റൻസ് R. പക്ഷേ വെൻ യു ഷോർട്ട് സർക്യൂട്ട്, ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇസ് ഹാവിങ് എ റെസിസ്റ്റൻസ് 0. ഷോർട്ട് സർക്യൂട്ട് ഇസ് ഹാവിങ് എ റെസിസ്റ്റൻസ് ഈക്വൽ ടു 0. ഐഡിയലി ഇറ്റ് ഇസ് 0. അപ്പോൾ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ കറണ്ടിന് ദർ ഇസ് നോ റെസിസ്റ്റൻസ്. എക്സ്റ്റേണൽ സർക്യൂട്ടറിയിൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടറിയിൽ കറണ്ടിന് നോ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഡിയലി സ്പീക്കിംഗ് ഇൻഫൈനൈറ്റ് കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷേ ഇൻഫൈനൈറ്റ് കറണ്ട് ഒരിക്കലും ഫ്ലോ ചെയ്യാൻ പറ്റില്ല. കാരണം ദിസ് കറണ്ട് വിൽ ബി ലിമിറ്റഡ് ബൈ ദിസ് വോൾട്ടേജ് സോഴ്സ്. കാരണം ആ വോൾട്ടേജ് സോഴ്സിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിലുള്ള കറണ്ട് മാത്രമേ അതിന് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്ത് ചെയ്യും? വിത്തിൻ എ ഷോർട്ട് ഡ്യൂറേഷൻ ആ വോൾട്ടേജ് സോഴ്സ് ഫുള്ളായിട്ട് ഡിസ്ചാർജ്ഡ് ആയി പോകും, അല്ലെങ്കിൽ അത് വിൽ എക്സോസ്റ്റഡ് ഓഫ് എനർജി. ഇതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരച്ചാൽ എക്സ് ആക്സിൽ കറണ്ടും വൈ ആക്സിൽ വോൾട്ടേജ് മാർക്ക് ചെയ്തെന്നിരിക്കട്ടെ. നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എത്ര ഫ്ലോ ചെയ്താലും ശരി തന്നെ, ഈ നിങ്ങൾ ഹയർ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്മോളർ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നു, ഏത് വോൾട്ടേജ് സോഴ്സ് കൊടുത്താലും ശരി, എത്ര കറണ്ട് ഫ്ലോ ചെയ്യാലും ശരി, ദ വോൾട്ടേജ് അക്രോസ് ദിസ് കോമ്പണന്റ് വിൽ ഇൻവേരിയബിളി ഈക്വൽ ടു 0. അതുകൊണ്ട് ഗ്രാഫ് എക്സ് ആക്സിൽ ലൈ ചെയ്യുന്നതായിരിക്കും ഷോർട്ട് സർക്യൂട്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ പവർ ഡിസിപ്പേഷൻ 0 ആയിരിക്കും. ഓക്കെ, ഒരു ഷോർട്ട് സർക്യൂട്ടിലുള്ള പവർ ഡിസിപ്പേഷൻ 0 ആയിരിക്കും. പവർ ഡിസിപ്പേഷൻ 0 ആയിരിക്കാൻ കാരണം എന്താണ്? P is equal to V into I. അപ്പോൾ ഈ വിയും ഐയും ഉള്ളതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരുന്നാൽ പവർ ഡിസിപ്പേഷൻ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കേസിൽ എന്താണ് 0? ദ വോൾട്ടേജ് ഈസ് 0. അതുകൊണ്ട് തന്നെ പവർ ഡിസിപ്പേഷൻ 0 ആയിരിക്കും, 0 വാട്ട്. ഇനി അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അഗെയിൻ ഇതേ വോൾട്ടേജ് സോഴ്സ് തന്നെ എടുക്കാം. വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ ഞാൻ എഴുതുന്നില്ല. നിങ്ങളുടെ കയ്യിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ ഈ റെസിസ്റ്ററിനെയോ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ മറ്റേതെങ്കിലും ഒരു ഭാഗമോ ഞാൻ എന്ത് ചെയ്യാണ്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാണ്. OC. ഇത് SC കേസാണ്. ഇത് SC. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് വിൽ ബി കമ്മിങ് ഡൗൺ ടു 0. I ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് ഇല്ല, ഷോർട്ട് സർക്യൂട്ടിൽ വോൾട്ടേജ് ഇല്ല. എഗെയിൻ ഒരു ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിൽ കറണ്ടും വൈ ആക്സിൽ വോൾട്ടേജും വരച്ചാൽ വോൾട്ടേജ് എത്ര തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താലും ശരി, അതായത് irrespective of the value of this voltage source, current that is drawn from the source will be equal to 0. കാരണം കറണ്ടിന് പോകാൻ വഴിയില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ അഗെയിൻ പവർ എന്തായിരിക്കും?
പവർ P is equal to VI which is equal to 0. കാരണം ഈ കേസിൽ കറണ്ട് ആണ് 0 ആവുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതൊരു ഐഡിയൽ സ്വിച്ച് ആണെങ്കിൽ, ഇഫ് ഇറ്റ് വേർ ആൻ ഐഡിയൽ സ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? സ്വിച്ചിന് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. ഒന്നുകിൽ അത് ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ക്ലോസ് ആയിരിക്കും. സ്വിച്ച് ക്ലോസ് ആണ്, ഇവിടെ സ്വിച്ച് ഓപ്പൺ ആണ്. ഈ രണ്ട് കേസിലും പവർ ഡിസിപ്പേഷൻ ഇല്ല. ഓപ്പൺ സ്വിച്ച് ആണെങ്കിലും ക്ലോസ് സ്വിച്ച് ആണെങ്കിലും കൺസ്യൂംസ് നോ പവർ ഫ്രം ദ പവർ സോഴ്സ് ഇഫ് ഇറ്റ് ഈസ് ഐഡിയൽ. ഐഡിയൽ എന്ന് പറയാൻ കാരണം സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് പെർഫെക്റ്റ്ലി 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ്ലി ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി ഷോർട്ട് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് എത്ര എടുത്താലും വോൾട്ടേജ് അക്രോസ് ദ കോമ്പണന്റ് 0 ആണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലി ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നിങ്ങൾ SCR ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പവർ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അതിനകത്തൊരു പവർ ഇലക്ട്രോണിക്സ് സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ പോലും അതിനക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇപ്പോൾ SCR ആണെങ്കിൽ 1 to 2 വോൾട്ട് ഉണ്ടാവും, അത് ഓൺ ആണെങ്കിൽ പോലും, ഇഫ് ഇറ്റ് ഈസ് ഹെവിലി കണ്ടക്ടിങ്. അതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ മോഡലിംഗ് പർപ്പസിന് നമ്മളതിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് റെസിസ്റ്റർ ആയിട്ട് പറയാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് അടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കോമ്പണന്റ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിന്റെ പണി എന്താണ്? വാട്ട് ഡസ് കപ്പാസിറ്റർ ഡു? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് സ്റ്റോറേജിന്റെ ഒരു റിസർവയർ പോലെയാണ്, ഒരു നമ്മൾ വാട്ടർ ടാങ്ക് പോലെയാണ്. അപ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യുന്ന കോമ്പണന്റ് ആണ് കപ്പാസിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ചാർജ് സ്റ്റോറേജ് ആണ് ആൾ ചെയ്യുന്നത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കേസാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഏരിയ എ ആണെന്നിരിക്കട്ടെ, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണെന്നിരിക്കട്ടെ. ഇതിനിടയ്ക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന ഡൈ ഇലക്ട്രിക്, അതിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണെന്ന് അസ്യൂം ചെയ്താൽ കപ്പാസിറ്റൻസ് ഇസ് ഗിവൺ ബൈ, നിങ്ങൾക്കറിയാം, കപ്പാസിറ്റൻസ് ഇസ് ഗിവൺ ബൈ എപ്സിലോൺ എ ബൈ ഡി. എപ്സിലോൺ എ ബൈ ഡി. ഓക്കെ അല്ലേ? ഇനി കപ്പാസിറ്ററിന്റെ ജോലി എന്താണ്? നിങ്ങൾ ചാർജ് ഓരോ പ്ലേറ്റിലും ചാർജ് പുഷ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ ഈക്വലൻ്റ് നെഗറ്റീവ് ചാർജിനെ ഈ പ്ലേറ്റിൽ നിന്ന് അട്രാക്ട് ചെയ്ത് വെക്കും. അടുത്തൊരു ചാർജ് കൊണ്ടുവച്ചാൽ പിന്നെ അത് അടുത്ത നെഗറ്റീവ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കും. അങ്ങനെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ് കപ്പാസിറ്റർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ഉദ്ദേശിച്ചത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ എവിടെ വന്നാലും അവിടെ ഒരു കപ്പാസിറ്റൻസ് ഉള്ളതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കപ്പാസിറ്റൻസ് ആയിരിക്കാം, ചിലപ്പം അതിൻ്റെ അൺഇൻറ്റൻഷണൽ ആയിട്ട് വരുന്ന പാരസിറ്റിക് കപ്പാസിറ്റൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൽ ഒരു ഡിപ്ലീഷൻ റീജൻ ഉണ്ട്, അവിടെ ഒരു ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഉള്ളതായിട്ട് നമുക്കറിയാം. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ BJT ഹൈ ഫ്രീക്വൻസിയിൽ ഒക്കെ പാരസിറ്റിക് കപ്പാസിറ്റൻസിന്റെ ഇഫക്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയാം. അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള കപ്പാസിറ്റൻസ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, പക്ഷെ സാഹചര്യവശാൽ ഉണ്ടായി വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ Q ചാർജ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിൽ കൊണ്ട് പമ്പ് ചെയ്താൽ അത് കാരണം രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് സെപ്പറേഷൻ ഡെവലപ്പ് ആവും. വോൾട്ടേജ് സെപ്പറേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ ടെർമിനലിനെ A എന്നും B എന്നും മാർക്ക് ചെയ്താൽ VAB വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് സ്റ്റോറേജ്. അപ്പോൾ അവിടെ ഒരു പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റന്റിന്റെ ആവശ്യമായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ അതാണ് കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷന് ആധാരമായിട്ട് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/CQ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി Q is equal to CVAB. അപ്പോൾ ജനറാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്യാണ്, സഫിക്സ് അങ്ങ് ഡ്രോപ്പ് ചെയ്യുന്നു. Q is equal to CV. ഇനി യൂണിറ്റ്സ് നോക്കാം. യൂണിറ്റ്സ് എന്തായിരിക്കും? കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്, വോൾട്ടേജിൻ്റെ യൂണിറ്റ് V ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചാർജ്
കൂളംബ് ഇസ് ഈക്വൽ ടു ഫാരഡ് വോൾട്ട് എന്ന് വന്നു. അല്ലെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ഫാരഡ് ഇസ് ഈക്വൽ ടു കൂളംബ് പെർ വോൾട്ട്. ഇനി നമുക്കറിയാം I ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. I എന്ന് പറയുന്നത് കറണ്ട് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു d/dt ഓഫ് CV. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം വിച്ച് ഈസ് ദ കപ്പാസിറ്റൻസ്. അപ്പോൾ I ഈക്വൽ ടു C dV/dt എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 1/C times I is equal to I dt is equal to dV. ഒരു സൈഡിൽ dV, മറ്റേ സൈഡിൽ 1/C ഇന്റഗ്രൽ I dt. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദ പ്ലേറ്റ് is given by integrate ചെയ്യുക. ഇന്റഗ്രൽ dV is equal to ഇന്റഗ്രൽ 1/C ഇന്റഗ്രൽ I dt. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എവിടം മുതൽ എവിടം വരെയാണ്? -∞ മുതൽ പ്രസന്റ് മൊമെന്റ് വരെ. -∞ അനന്തതയിൽ മുമ്പ് എന്നാണോ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ നമ്മുടെ പ്രസന്റ് മൊമെന്റ് ആയ t വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ മൊമെന്റിലെ വോൾട്ടേജ് എത്ര ആയിരിക്കും? Vft. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 1/C ഇന്റഗ്രൽ -∞ to t I dt. ഇന്റഗ്രൽ I dt എന്താണ്? ഇന്റഗ്രൽ I dt എന്താണ്? ചാർജ് ആണ്. കാരണം I is dq/dt. I ഇന്റഗ്രേറ്റ് ചെയ്താൽ ചാർജ് കിട്ടും. അപ്പോൾ ചാർജ് ഇതുവരെ സ്റ്റോർ ചെയ്ത ചാർജ് ആണ് ആക്ച്വലി ഇന്റഗ്രൽ I dt എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി 1/C ഇന്റഗ്രൽ -∞ to 0 I dt യും പ്ലസ് ഇന്റഗ്രൽ 0 to t I dt ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്ത് കിട്ടിയപ്പോൾ -∞ to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അനന്തമായ ചരിത്രത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ വരെയുള്ള സമയം വരെ അവന് എത്ര ചാർജ് കിട്ടിയിട്ടുണ്ടോ അതാണ് -∞ to 0 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇനീഷ്യൽ ചാർജ് എന്ന് പറയാം. അതിനെ നമുക്ക് ഇനീഷ്യൽ ചാർജ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. അതാണ് Q0. Q of 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ Q at time 0, t equal to 0. Q0 plus 1/C integral 0 to t I dt. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. അതുപോലെ നമ്മൾ കപ്പാസിറ്ററിന്റെ എപ്സിലോൺ A/d എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഇതിന്റെ യൂണിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. എപ്സിലോണിന്റെ യൂണിറ്റ് ഫാരഡ് പെർ മീറ്റർ ആണ്, പെർമിറ്റിവിറ്റി. ഇനി എയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും, ഡിവൈഡ് ബൈ ഡിയുടെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആയി പോയി. ഫാരഡ് പെർ മീറ്റർ എന്ന് പറയുമ്പോൾ ഈ മീറ്റർ താഴേക്ക് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ സ്ക്വയർ കിട്ടും. ആ മീറ്റർ സ്ക്വയർ ഇതും കൂടെ ക്യാൻസൽ ആയി പോയി. ഫൈനലി ഇറ്റ് ഇസ് ഫാരഡ്. അപ്പോൾ അത് നമ്മുടെ ഒബ്സർവേഷനോട്ട് കൺസിസ്റ്റന്റ് ആണ്. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഇനി ഇതിൽ എന്താണ് എപ്സിലോൺ എന്തായിരുന്നു? എപ്സിലോണിന്റെ വാല്യൂ എന്തായിരുന്നു? അതും കൂടെ പറയട്ടെ. എപ്സിലോണിന്റെ വാല്യൂ 8.854 into 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. അത് ഏതിന്റെ വാല്യൂ ആയി പറയണേ? എപ്സിലോൺ 0യുടേതാണ്. എപ്സിലോൺ 0 എന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. 8.854 10⁻12 ഫാരഡ് പെർ മീറ്റർ, അല്ലെങ്കിൽ 8.854 പീക്കോ ഫാരഡ് പെർ മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. 10⁻12 എന്നുള്ള ആ ഒരു ഫാക്ടറിനെ പീക്കോ എന്നുള്ള ഷോർട്ട് ഫോം വെച്ച് നമ്മൾ അബ്രിവിയേറ്റ് ചെയ്താൽ 8.854 പീക്കോ ഫാരഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് എപ്സിലോൺ 0. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ R ആണ്. എപ്സിലോൺ R എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അതിന് ഓരോ മെറ്റീരിയലിന് ഓരോന്നായിരിക്കും. വാക്യൂത്തിന് അത് 1 ആണ്. അങ്ങനെയാണ് വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 എന്ന് നമ്മൾ പറഞ്ഞ് പ്രൊസീഡ് ചെയ്യുന്നത്.
ഇത് കുറേ പേര് +2 പഠിച്ചായിരിക്കും, കുറേ പേര് ബേസിക് ഫിസിക്സിനകത്ത് പഠിച്ചായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം കളയുന്നില്ല ഇതിന് വേണ്ടിയിട്ട്. ഇത് ബ്രഷപ്പ് മാത്രമാണ്. പ്രോബ്ലത്തിലോട്ട് കിടക്കണം. ഇന്ന് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നുണ്ട്. And as the charging proceeds, the voltage across the terminals develops. VAB എന്ന് വെച്ചു. VAB എന്ന് വേണ്ട, നമുക്ക് V എന്ന് തന്നെ പറയാം. വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് V ആണ്. ചാർജ് ഇൻ ദ പ്ലേറ്റ്സ് Q ആണെങ്കിൽ Q കൂടുന്നതനുസരിച്ചിട്ട് വോൾട്ടേജ് കൂടുമല്ലോ. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് ഇങ്ങനൊരു ചാർജിങ് വേവ് ഫോം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഗ്രാഫ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റൻസ് കിട്ടും. അപ്പോൾ തൽക്കാലം ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V/Q ആയിരിക്കും. V/Q എന്ന് പറയുന്നത് 1/C ആണ്. ഓക്കെ, തൽക്കാലം അത് മനസ്സിൽ ഓർത്തിരുന്നത്. പക്ഷെ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം, ചാർജിങ് നടക്കുന്ന മുറയ്ക്ക് ഈ ചാർജിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമല്ലോ. ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകളിൽ കുറേ ചാർജ് ഓൾറെഡി ഇരിപ്പുണ്ട്. ആ ചാർജ് ഇരിക്കുന്ന പ്ലേറ്റിലേക്ക് ഞാനൊരു പോസിറ്റീവ് ചാർജ് പിന്നെയും കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നതിനാണല്ലോ ചാർജിങ് എന്ന് പറയുന്നത്. അതാരാ ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന കറണ്ട് സോഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, ആ എനർജി സോഴ്സ് ഓൾറെഡി ചാർജ് ഉള്ള ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റിലേക്ക് പിന്നെയും ചാർജ് കൊണ്ടുവയ്ക്കണമെങ്കിൽ the source must do some work. അപ്പോൾ അത് and the work required also changes with the charging. ചാർജ് കൂടുന്തോറും ആ വർക്ക് ചെയ്യാനുള്ള റിക്വയർഡ് വർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? വർക്ക് റിക്വയർഡ് കൂടുന്നു എന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു ഇൻക്രിമെൻ്റൽ ഡിഫറൻസ് ഓഫ് ചാർജ് എടുക്കുന്നു, അതിനെ DQ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. DQ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്താൽ ഇത്രയും DQ ചേഞ്ച് ഇൻ ചാർജ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് DW വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് പിന്നെ ഇത്രയും ഭാഗത്തുള്ള വർക്കിനേക്കാൾ കൂടുതലായിരിക്കും ഇത്രയും ഭാഗത്തുള്ള വർക്ക്, അതിനേക്കാൾ കൂടുതലായിരിക്കും ഇത്രയും ഭാഗത്തുള്ള വർക്ക്. അപ്പോൾ മൊത്തത്തിലുള്ള വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഗ്രാഫിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടുന്നത് വിച്ച് ഈസ് ഗിവൺ ബൈ W. അപ്പം ഇതാണ് നിങ്ങളുടെ ഫൈനൽ ചാർജ് പൊസിഷൻ എങ്കിൽ, വർക്ക് റിക്വയർഡ് ഈസ് ഗിവൺ ബൈ ദ ടോട്ടൽ ഏരിയ അണ്ടർ ദിസ് കർവ്. ഈ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഹാഫ് BH ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക അതിൻ്റെ ഏരിയ. അപ്പോൾ ഹാഫ് ടൈംസ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? Q. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് B. ഇതാണ് നിങ്ങളുടെ ഫൈനൽ വോൾട്ടേജ് എങ്കിൽ ഇതാണ് ഹാഫ് QB. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം വർക്ക് റിക്വയർഡ് എന്ന് പറയുന്നത് ഹാഫ് QB ആയിരിക്കും. അല്ലെങ്കിൽ ഇത് എന്തോ പറയാം, Q is equal to CV ആയതുകൊണ്ട് ഹാഫ് CV² എന്ന് പറയാം. ഇതാണ് ഒരു കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇത് കപ്പാസിറ്ററിനകത്തുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്താണ് സ്റ്റോർ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനകത്താണ് അത് സ്റ്റോർ ആയിരിക്കുന്നത്. മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിനകത്തുള്ള എനർജി can be supplied to other components if the situation permits. ഡിസ്ചാർജിങ് പോസിബിൾ ആണെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് ഈ എനർജി കപ്പാസിറ്റർ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു കോമ്പണന്റിലേക്ക് എനർജി പമ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞാൽ മതി കപ്പാസിറ്ററിനെ കുറിച്ച്. നമുക്ക് ഇനി മുന്നോട്ട് പോവാം. ഇൻഡക്ടറിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് സോഴ്സുകളെ കുറിച്ച് പറയാം. ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇതുപോലൊരു എനർജി സ്റ്റോറേജ് കോമ്പണന്റ് ആണ്, പാസീവ് കോമ്പണന്റ് ആണ്. ആ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വയർ നിങ്ങൾ എടുത്ത് അതിനെ വൈൻഡ് ചെയ്ത് ഒരു കോയിൽ ഫോമിലാക്കി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആക്ട് ആസ് എ സിമ്പിൾ ഇൻഡക്ടർ. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് or simply when the current changes, കറണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആദ്യം ഒരു കോയിൽ എടുത്തു, അല്ലെങ്കിൽ ഒരു വയറിനെടുത്ത് വൈൻഡ് ചെയ്ത് കോയിലാക്കി മാറ്റി ആ കോയിലൂടെ കറണ്ട് പാസ് ചെയ്തു. ഇപ്പം ആ കോയിൽ എന്താണ്? കറണ്ട് ക്യാരിയിങ് കോയിലായി, അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കോയിൽഡ് കണ്ടക്ടറായി മാറി. ഇനി എന്ത് ചെയ്യാണ്?
ആ കറണ്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യിക്കുകയാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യിക്കുന്ന സമയത്ത് കോയിൽഡ് കണ്ടക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു സ്റ്റഡി കറണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും. ആൻഡ് ആസ് ദ കറണ്ട് ചേഞ്ചസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഫ്ലക്ച്വേറ്റ്സ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഒരു കണ്ടക്ടർ ഈസ് റിസൈഡിങ് ഇൻ എ ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഈ ടെർമിനൽസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ആവും. ഓക്കെ, ആൻഡ് ദാറ്റ് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വോൾട്ടേജ് ഡെവലപ്പ് ആവുന്നത്. അതേസമയം പിന്നെ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ചേഞ്ച് ഇൻ ചാർജ് അല്ല പറയുന്നത്, നമ്മൾ മൊത്തം ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. ചാർജ് എത്രത്തോളം വരുന്നു അത്രത്തോളം വോൾട്ടേജ് കൂടുക. പക്ഷെ ഇവിടെ അങ്ങനല്ല. കറണ്ട് സ്റ്റഡി ആണെങ്കിൽ മീൻസ് അത് ചിലപ്പോൾ 1000 ആംപിയർ ആണെങ്കിൽ പോലും ഇഫ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് കറണ്ട്, ആ ടെർമിനൽസ് അക്രോസ് വോൾട്ടേജ് 0 ആയിരിക്കും എന്നുള്ളത് മനസ്സിലോർത്തോണം. അപ്പം ഇവിടെ ദ ഏജന്റ് ഹു ഈസ് ഡെവലപ്പിംഗ് എ വോൾട്ടേജ് across the terminals of the inductor is not the current but the change in current. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്നുള്ള നിലയിൽ V is equal to L into di/dt എന്ന് പറയാം. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇൻഡക്ടർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. യൂണിറ്റ് എന്തായിരിക്കും? ഹെൻറി ആയിരിക്കും, H, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ചെയ്യാൽ HENRY. അപ്പോൾ നമുക്ക് വോൾട്ടേജിന്റെ മറ്റൊരു യൂണിറ്റോടെ കിട്ടുകയാണ്, ഹെൻറി ആംപിയർ പെർ സെക്കൻഡ് അല്ലേ. ഹെൻറി ആംപിയർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു വോൾട്ട്. നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. വോൾട്ട് സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഹെൻറി ആംപിയർ എന്ന് വേണമെങ്കിൽ പറയാം. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു യൂണിറ്റ്. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ മനസ്സിൽ കരുതിയാൽ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഇക്വേഷനിലോട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. V is equal to L into di/dt. റീഅറേഞ്ച് ചെയ്ത് DI, നേരത്തെ ചെയ്ത അതേ എക്സസൈസ് ആണ് ഈ ചെയ്യുന്നത്. DI is equal to L into VDT. L ഞാൻ സെപ്പറേറ്റ് എഴുതി, കാരണം L is a കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റ് സെപ്പറേറ്റ് എടുത്തു. ഇനി നിങ്ങൾ I ലെഫ്റ്റിലും റൈറ്റിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. 0 to t DI is equal to, അല്ല ഞാൻ ചെയ്തതിന് എന്തോ ഒരു തെറ്റുണ്ട്. ഇത് 1/L അല്ലേ വരിക? വിയുടെ സൈഡിലേക്ക് പോകുമ്പോൾ ഇത് 1/L ആണ് വരുന്നത്. ഇൻ്റഗ്രൽ 0 to t VDT. അപ്പോൾ I ആണ് VDT. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്? I of t മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് I of t minus I of 0. I of 0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ കറണ്ട് is equal to 1/L integral VDT. അല്ലെങ്കിൽ current at any arbitrary time t is given by 1/L integral 0 to t integral VDT plus I of 0. ഇതെന്താണ് ഇനിഷ്യൽ കറണ്ട്. ഫൈനലി ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എനർജിയും കൂടെ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ കാണിച്ച അതേ എക്സസൈസ്. അപ്പം നമുക്ക് പവർ ഡിസിപ്പേറ്റഡ് അല്ലെങ്കിൽ പവർ അബ്സോർബ്ഡ്, ഡിസിപ്പേറ്റഡ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പവർ അബ്സോർപ്ഷൻ ഓർ പവർ ഡെലിവറി മാത്രമാണ് ഇൻഡക്ടർ ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് ഇൻഡക്ടർ ആയാലും ഒരു പെർഫെക്റ്റ് കപ്പാസിറ്റർ ആണെങ്കിലും ഡസ് നോട്ട് കൺസ്യൂം പവർ. പവറിനെ അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പകരം അത് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് റിലീസ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ പവർ അബ്സോർബ്ഡ് എന്നേ പറയാൻ പറ്റുള്ളൂ, പവർ കൺസ്യൂംഡ് എന്ന് പറയാൻ പറ്റില്ല. അതെന്തായിരിക്കും? ജനറൽ ഇക്വേഷൻ V into I which is equal to L into di/dt times I. അപ്പോൾ മൊത്തം ഇത് ദിസ് ഇസ് ഇൻ വാട്ട്സ്. അപ്പം മൊത്തം എനർജി അക്സെപ്റ്റഡ് given by എനർജി അക്സെപ്റ്റഡ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട, ഇതിന് വാട്ട്സ് എന്ന് മുഴുവൻ എഴുതാം. കാരണം നമ്മൾ മൊത്തം എനർജി W ആയിട്ട്, വർക്ക് ഡണ്ണിനെ നമ്മൾ W എന്ന് എഴുതുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, പിന്നെ നമുക്ക് മുഴുവനായിട്ട് വാട്ട്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മൊത്തം വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ W is equal to integral 0 to t PDT.
0 to t L di by dt times I times dt. അപ്പോൾ ഇത് എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? ഡിറ്റിയും ക്യാൻസൽ ആയി പോയി. ഇന്റഗ്രൽ L ഇൻറ്റു ഇന്റഗ്രൽ 0 to t I di ഈക്വൽ ടു L ഇൻറ്റു I സ്ക്വയർ ബൈ 2 0 to t given by half L times I square minus 0. ഓക്കെ, മൈനസ് 0 അങ്ങ് പോകും. അപ്പോൾ ഹാഫ് L I സ്ക്വയർ ആണ് ഒരു ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മൊത്തം എനർജി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്ററിനകത്തും എനർജി സ്റ്റോറേജ് ആണ്, ഇൻഡക്ടറിനകത്തും എനർജി സ്റ്റോറേജ് ആണ്. കപ്പാസിറ്ററിനകത്ത് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനാണ്. അതേസമയം ഒരു ഇൻഡക്ടറിനകത്ത് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ശ്രദ്ധിച്ചോണേ, ഇൻഡക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും നേരം ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ തൽഫലമായി ഇന്റഗ്രൽ IDT എന്നാണല്ലോ പറഞ്ഞത്. ഇത്രയും നേരം ഡെവലപ്പായി അല്ലെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന കറണ്ടിന്റെ ഭാഗമായി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ജൂൾസ് എനർജി ആ ഇൻഡക്ടറിനകത്ത് അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കയറി കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എനർജി മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആയില്ലേ? മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ എനർജിക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ? കാരണം ആ ഇൻഡക്ടറിൽ എനർജി സ്റ്റോറേജ് നിലനിൽക്കുന്നത് തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അവനെ സമ്മതിക്കില്ല. കാരണം എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഈ കയ്യിലുള്ള എനർജി എങ്ങോട്ടെങ്കിലും കൊടുത്തു തീർക്കാതെ അവൻ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല? ഈ സാധനത്തിന് കൊളാപ്സ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ കൊളാപ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കോസ് ആർക്കിംഗ് അക്രോസ് ദ ടെർമിനൽസ്. കാരണം ഹെവി വോൾട്ടേജ്, ഇൻഫൈനൈറ്റ് വോൾട്ടേജ് അത് ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് ഇന്ന മൊമെന്റ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ നോക്കും, അല്ലെന്ന് പറഞ്ഞാൽ അത് ഡെലിവർ ചെയ്ത് കളയാൻ നോക്കും. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ടെർമിനൽസിനെ ക്രോസ് ആർക്കിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുക? അവനൊരു ഇനേർഷ്യൽ എലമെന്റ് പോലെ ആക്ട് ചെയ്യും. അവൻ കറണ്ട് കൂട്ടാനും സമ്മതിക്കില്ല, കറണ്ട് കുറയ്ക്കാനും സമ്മതിക്കില്ല. ഹീസ് ഹാപ്പി വിത്ത് വാട്ട് ഹീസ് ആക്ച്വലി ഹാവിങ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നുള്ള ചേഞ്ചസ് റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചേഞ്ചസിനോട് റിലക്റ്റൻസ് കാണിക്കുന്ന ഒരു എലമെന്റ് ആയിട്ടാണ് നമ്മുടെ ഇൻഡക്ടർ ആക്ട് ചെയ്യുന്നത്. പെട്ടെന്നുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ചേഞ്ചസ് ഇൻ കറണ്ടിനോട് റിലക്റ്റന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് ഇൻഡക്ടർ പൊതുവെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും 3 കോമ്പണന്റുകളെ കുറിച്ച് മാത്രം പറഞ്ഞു നിർത്താം. ആക്ച്വലി ഇന്നിപ്പോൾ സോഴ്സുകളെ കുറിച്ച് പറയാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷെ തൽക്കാലം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? പകരം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? How many 100 watt 200 volt bulbs connected in series will consume same power as 150 watt 200 volt bulb when connected across same voltage source, assuming that filament properties are independent of voltage and temperature? അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? നിങ്ങളുടെ കയ്യിൽ 100 വാട്ട് 200 വോൾട്ട് ബൾബ് ഉണ്ട്. എന്താണ് അതിന്റെ മീനിങ്? 100 വാട്ട് 200 വോൾട്ട് ബൾബ് എന്ന് പറഞ്ഞ മീനിങ്, നിങ്ങളൊരു ബൾബ് എടുക്കുന്നു, അതിന് 200 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്യുന്നു. കാരണം അതിന്റെ റേറ്റഡ് വോൾട്ടേജ് 200 വോൾട്ട് ആണ്. 200 വോൾട്ടിന്റെ സപ്ലൈയിൽ കണക്ട് ചെയ്താൽ അവൻ 100 വാട്ട്സ് കൺസ്യൂം ചെയ്തുകൊണ്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ലൂമിനൻസ് പുറത്തേക്ക് തരും. ഓക്കെ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇലൂമിനേഷൻ ആയിരിക്കും പുറത്തോട്ട് തരുന്നത്. അപ്പം അത് ഒരു ബൾബിന്റെ കേസ്. ഇനി നിങ്ങൾ അങ്ങനെ n നമ്പർ ഓഫ് ബൾബുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഫോർ വാട്ട്? For consuming the same power as 150 watt 200 volt bulb.
ഇത് 2024 VSSCയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണേ. ഞാൻ ഇന്നിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ആ ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തതാണ്. മറ്റേതിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു 2, 4, 8 നൺ ഓഫ് ദ അബവ് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 2 ആണോ? ആരാണ് ഉത്തരം പറഞ്ഞത്? ഷിഫയാണോ? ആ ഓക്കെ. ഷിഫയ്ക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്? ഷിഫയുടെ ഉത്തരം കറക്റ്റ് ആണ്. അതെങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ പിന്നെ 100 വാട്ട്സിന്റെ ഒരു ബൾബാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 100 വാട്ട് ബൾബ് എത്ര കറണ്ട് കൺസ്യൂം ചെയ്യുന്ന നോക്കാം. അപ്പോൾ V × I = 100 വാട്ട് ആണെങ്കിൽ അത് 200 വോൾട്ടിന്റെ സപ്ലൈയിൽ കണക്ട് ചെയ്താൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.5 ആംപിയർ ആയിരിക്കും അല്ലേ? 0.5 ആംപിയർ ആയിരിക്കും. ഇനി ലൈക്ക് വൈസ് 50 വാട്ട് ബൾബ് ആണെങ്കിലോ ഇതുപോലെ കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് I = 50 / 200 വോൾട്ട്, അതായത് 0.25 ആംപിയർ അല്ലേ? 0.25 ആംപിയർ. ഇനി ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണെങ്കിലോ, ഇക്വലന്റ് റെസിസ്റ്റൻസ് 100 വാട്ട് ബൾബിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ്. ആഫ്റ്റർ ഓൾ ഈ ബൾബ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിൽ കൂടെയുള്ള ഹീറ്റ് ഡിസിപ്പേഷൻ കാരണമാണ് അത് ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? R100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 വോൾട്ട് ഡിവൈഡ് ബൈ 0.5 ആംപിയർ ആയിരിക്കും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 400 ohms. അതേപോലെ 50 വാട്ട് ബൾബിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 ohm അല്ലേ? അതെ, 800 ohm വരും. അപ്പൊ ഉത്തരം കിട്ടി. ഒന്ന് 800 ohm, ഒന്ന് 400 ohm ആണ്. അപ്പൊ ചോദ്യം ഇത്രയാണ്, എത്ര 400 ohm ബൾബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് ഒരു 800 ohm കിട്ടുന്നതെന്നുള്ളത്. എത്രയാണത്? N = 2. N × 400. അത് തന്നെ. 800 / 400 എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് ഒരു അടുത്ത പ്രോബ്ലം എടുക്കാം. ഇതാ ഈ ചോദ്യം എഴുതിയെടുത്ത്. ഇത് വിസിബിൾ അല്ലേ നിങ്ങൾക്ക്? Resistor of value R is connected across a voltage V. The minimum number of resistors of any value to be connected in parallel with it so that the current drawn from V is thrice the original value. സാറേ ഓംസ് ലോ വെച്ചിട്ടാണോ ചെയ്യാ? ഇത് ഓംസ് ലോ വെച്ചിട്ട്, അത് സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റർ ഓഫ് വാല്യൂ R is connected across a voltage V. അല്ലാതെ അവർ വാല്യൂ ഒന്നും തന്നിട്ടില്ല. എന്തോ ഒരു വോൾട്ടേജ് V ഉണ്ടെന്ന് വെച്ചോ, റെസിസ്റ്റൻസിന്റെ വാല്യൂ R ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള സിറ്റുവേഷൻ. ഓക്കെ. ദ മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഓഫ് എനി വാല്യൂ ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഇറ്റ്. വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിനോടൊപ്പം പാരലായിട്ട് എത്ര റെസിസ്റ്റൻസസ് ചേർത്താൽ. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇതാണ്. അതൊന്നുകൂടെ റീഡ്രോ ചെയ്യുന്നു. അതായത് നിങ്ങൾക്കിനി 1 ഈ രീതിയിൽ, 2 ഇങ്ങനെ എത്ര വേണമെങ്കിലും പാരലൽ ചെയ്യാം. ഇനി മിനിമം എത്ര എണ്ണം പാരലൽ ചെയ്താലാണ് ഇപ്പൊ ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെ 3 ഇരട്ടി കറണ്ട് അത് ഡ്രോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഡ്രോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് ഇരിക്കട്ടെ, അസ്യൂം ഇറ്റ് ഈസ് I. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള റെസിസ്റ്റൻസിനോടൊപ്പം എത്രയോ എണ്ണം റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം ഈ കറണ്ട് ഡ്രോ ചെയ്യുന്നത് 3I ആയിട്ട് മാറണം. മാറാനായിട്ട് നിങ്ങൾ എത്ര എണ്ണം മിനിമം പാരലായിട്ട് കണക്ട് ചെയ്യണം? ഇത്രയും പറഞ്ഞാൽ നമ്മളുള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കറണ്ട് I എന്നുള്ളത് മാറി 3I ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള റെസിസ്റ്റൻസിന്റെ 1/3 അതായത് R എന്നുള്ളത് R/3 ആയാലാണല്ലോ കറണ്ട് I എന്നുള്ളത് 3I ആവുക. അത് ശരിയല്ല. അത് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ശരിയല്ലേ? അത് നമുക്ക് ഉറപ്പായി. ഇനി നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഞാൻ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാണ്, കുറച്ചുകൂടെ സിറ്റുവേഷൻ കൈ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി, ഇത് ഞാനങ്ങ് മായ്ച്ചിട്ട്
ഇത് ഞാനങ്ങ് മായ്ച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റെസിസ്റ്റൻസിനോടൊപ്പം എത്രയോ റെസിസ്റ്റൻസ് പാരലായിട്ട് ചേർക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഞാൻ തൽക്കാലം ഞാൻ അതിനെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആർ പ്രൈം ആയിട്ട് അസ്യൂം ചെയ്യണം. ശരിയല്ലേ? അവർ പറയുന്ന അനുസരിച്ച് ഈ ആർ പ്രൈം എന്ന് പറയുന്നത് എത്രയോ നമ്പർ ഓഫ് റെസിസ്റ്റൻസുകളുടെ പാരലൽ കോമ്പിനേഷൻ ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ ആ പാരലൽ കോമ്പിനേഷനുള്ള റെസിസ്റ്ററുകളുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആർ പ്രൈം ആയിട്ട് ഞാൻ ഇട്ടാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ആർ പാരലൽ ആർ പ്രൈം ഇസ് ഈക്വൽ ടു ആർ ബൈ 3 എന്ന് എഴുതിക്കൂടെ? ആർ പാരലൽ ആർ പ്രൈം എന്ന് പറഞ്ഞാൽ ആർ ബൈ 3 എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? എഴുതാം. ഇതാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിൽ 2 റെസിസ്റ്റൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. അതായത് 2 റെസിസ്റ്റൻസ് ഉണ്ട്, R1ഉം R2ഉം ഉണ്ടെങ്കിൽ അതിന്റെ പാരലൽ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഇത് R1 R2 ആണെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് പറയുന്നത് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കുമല്ലോ, പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്തെഴുതാം? ഇവിടെ എന്തെഴുതാം? ആർ പ്രൈം ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ പ്രൈം ഈസ് ഈക്വൽ ടു ആർ ബൈ 3 എന്ന് എഴുതിക്കൂടെ? ആർ പ്രൈം എഴുതി. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? പിന്നെ 3R R prime implies 3R R prime is equal to R prime R prime plus R square ആയില്ലേ? ശരിയല്ലേ? 3R. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2RR പ്രൈം ഈസ് ഈക്വൽ ടു R സ്ക്വയർ എന്ന് വന്നില്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് ക്യാൻസൽ ആയിപ്പോയി? ആറും R സ്ക്വയറും ആറും ക്യാൻസൽ ആയി. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 2R പ്രൈം ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടിയില്ലേ? അതായത് നിങ്ങളുടെ ഫൈനൽ ഇക്വലന്റ് വാല്യൂ R പ്രൈം ഈസ് ഈക്വൽ ടു R ബൈ 2. ഇതിൽ തർക്കമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ ഗിവൺ റെസിസ്റ്റൻസിനോടൊപ്പം ആർ പ്രൈം എന്ന് പറയുന്ന ഒരു വേറൊരു റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ട്രിപ്പിളിംഗ് ഓഫ് കറണ്ട് കിട്ടും. I എന്നുള്ള കറണ്ട് 3I ആയിട്ട് മാറും എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ മനസ്സിലായി. ഇനി ഫൈനൽ ചോദ്യം, ട്രിക്കി പാർട്ട് ഇവിടാണ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആർ ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ ഓഫ് എനി വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 2 രീതിയിൽ ഉത്തരം എഴുതാം. കുറെ പേർക്ക് ചിന്തിക്കാം, ഈ R/2 എന്ന് കാണുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ടെൻഡൻസി വരുന്ന പറഞ്ഞാൽ 2 R എടുത്ത് പാരലൽ ചെയ്താൽ R/2 കിട്ടുമല്ലോ എന്നൊരു ചിന്ത വരും. ശരിയല്ലേ? ശരിയാണ്. നമുക്കിപ്പോ വേണ്ടത് ഇതാണ് നമ്മുടെ R പ്രൈം. ഈ R പ്രൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 R എടുത്ത് പാരലൽ ചെയ്താൽ ഈ R/2 കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആദ്യത്തെ നാച്ചുറൽ ഉത്തരം എന്ന് പറയുന്നത്, എല്ലാവരും എഴുതാൻ പോകുന്ന ഉത്തരം B ആണ്, 2 ആണ്. ശരിയല്ലേ? എന്നാൽ ഇതിന്റെ ഉത്തരം 1 ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് ദ മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, 2 കാര്യങ്ങൾ, മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഓഫ് എനി വാല്യൂ. ഈ വാല്യൂ നിങ്ങൾക്ക് സ്പെസിഫിക് അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ പാരലൽ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള R ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ ഒരു R/2 പാരലൽ ഇട്ടാ പോരെ? ഒറ്റ റെസിസ്റ്റൻസ് പോരെ? അപ്പോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എത്ര? R/2. അതിനങ്ങ് പാരലൽ ഇട്ടാ മതി. മനസ്സിലായോ? അപ്പൊ ഉത്തരം എത്രയാണ്? ഉത്തരം 1 ആണ്. ഇതാണ് എന്റെ സംഗതി. ഐഡിയ പിടി കിട്ടിയില്ലേ?
അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഇതൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഒരു നെറ്റ്വർക്ക്, ഇലക്ട്രിക് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. എക്സ് വൈ ടെർമിനൽസ് ഉണ്ട്. എല്ലാ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് തന്നിട്ട് എക്സെപ്റ്റ് ഫോർ ദ മിഡിൽ വൺ. നടുക്കത്തത് 6 ആണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സും വൈയും നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 അനുസരിച്ചിട്ട് എങ്ങനെ മാറുന്നു. 6 കൂട്ടിയാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്നു, കുറയുന്നു, ഇൻഡിപെൻഡന്റ് ആണ്, കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നാണ് പറയുന്നത്. ഇതൊന്ന് കണ്ടുപിടിക്കും. ഇത് ഞാൻ നിങ്ങളുടെ കൂടെ പാരലലായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കട്ടെ. ഇത്രയും സീരീസിലാണല്ലോ. ഇത് രണ്ടിനും കൂടെ ചേർത്ത് ഞാൻ 30 ഓം എഴുതി. അതേപോലെ ഇതും സീരീസിലാണ് 30 ഓം എഴുതി. അപ്പം എൻ്റെ ഇഫക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഓക്കെ, ഇതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഇത് കണ്ടാൽ നമുക്കൊരു ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പം ഇവിടെ നിങ്ങളൊരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ, ഇവിടെ നിങ്ങളൊരു വോൾട്ടേജ് സോഴ്സ് അതുകൊണ്ട് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഇവിടെ എത്തിയിട്ട് നോക്കും. ഇവിടെ എത്തിയിട്ട് പോയിന്റ് ഓഫ് സെപ്പറേഷനിലെ പോയിന്റ് ഓഫ് ഡിവിഷനിൽ എത്തിയിട്ട് അത് നോക്കും എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. അപ്പം ഈ കറണ്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാലും കാണുന്ന ഒരേ നെറ്റ്വർക്കാണ്. കാരണം ഇവിടെ 30 ഉണ്ട്, കുറച്ച് താഴോട്ട് ഒരു റെസിസ്റ്റൻസ് 6 കാണുന്നു, പിന്നെ താഴോട്ട് 30. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ 30 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് 6 കാണുന്നു, താഴോട്ട് 30. അപ്പോൾ ഈ സിമെട്രി വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കറണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എത്ര കറണ്ട് ആണെങ്കിൽ ശരി അവിടെ I/2 ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും. ഇനി ഈ സാധനം കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കറണ്ട് I/2 ഒരേ കറണ്ട് ലെഫ്റ്റിലും റൈറ്റിലും, നെറ്റ്വർക്ക് ലെഫ്റ്റിലും റൈറ്റിലും സെയിം പോലെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോയിന്റിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ 2 പോയിന്റിലെയും വോൾട്ടേജ് ഡിഫറൻസ് 0 ആയിരിക്കും. അതായത് ഇതിനെ ഞാൻ A എന്നും ഇവിടെ B എന്നും ഡെസിഗ്നേറ്റ് ചെയ്താൽ അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് VAB = 0 ആയിരിക്കും. VAB 0 എന്ന് പറഞ്ഞാൽ മീനിങ് ആ റെസിസ്റ്റൻസ് അവിടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ആ റെസിസ്റ്റൻസ് കൂടിയാലും ശരി അത് കുറഞ്ഞാലും ശരി അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് യു ടേക്ക് ഔട്ട് ദിസ് റെസിസ്റ്റൻസ് ഇക്വലൻ്റ്ലി. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ R എന്ത് വാല്യൂ ആണെങ്കിലും ഒരു കാര്യവുമില്ല, പിന്നെ അത് ഇക്വലന്റ് റെസിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഓഫ് R ആയിരിക്കും. ഇത് ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ഇത് ഇൻറ്റ്യൂട്ടീവായിട്ട് പറഞ്ഞെങ്കിൽ ഇതിനെ നമുക്ക് ക്ലാസിക്കൽ പ്രൊസീജിയർ വെച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നിങ്ങളുടെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ആണ്. ഓർമ്മയുണ്ടോ? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. അതായത് ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ആണ്. ഇവിടെ നിങ്ങളൊരു ഗാൽവാനോമീറ്റർ കണക്ട് ചെയ്താൽ ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ആകുമ്പോൾ ഇത് R1 R2 R2 R3 R4 ആണെങ്കിൽ ബാലൻസ് ചെയ്തിരുന്ന സമയത്ത് R1/R2 = R3/R4 എന്നായിരിക്കും. ഈ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടുണ്ട്, അസംഷൻ അങ്ങനെയാണ്. ഈ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് വുഡ് ബി ബാലൻസ്ഡ്. ഇവിടെ അപ്പോൾ ആ കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം R1 R2 R3 R4 എല്ലാം 30 ആണ്. അപ്പോൾ 30/30 = 30/30. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. അതുകൊണ്ട് ഈ ഗാൽവാനോമീറ്ററിലെ റീഡിങ് 0 ആയിരിക്കും. ലൈക്ക് വൈസ് ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ കറണ്ട് 0 ആയിരിക്കും. ഇതാണ് എൻ്റെ സംഗതി. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. The energy expended by a 3-volt cell in moving 12 coulomb of charge across its terminal in 10 seconds is. ഒരു 3 വോൾട്ട് സെല്ല് എടുത്ത് ഒരു 3 വോൾട്ട് സെല്ല് 12 കൂളം ചാർജിനെ 10 സെക്കൻഡ് കൊണ്ട്
ടെർമിനലിൽ അക്രോസ് ഇറ്റ്സ് ടെർമിനൽ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ സെൽ എത്രത്തോളം എനർജി സ്പെൻഡ് ചെയ്യണം? 36 ആണോ? ആരാണത് പറഞ്ഞത്? ശിത. 36 ആണ്. എങ്ങനെയാണ് സംഗതി? P is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലെങ്കിൽ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ എന്ന് എനർജി എന്തുകൊണ്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം, given by VIT, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. വോൾട്ടേജ് 3 ആണ്, കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? Q/T ആയിരിക്കുമല്ലോ. Q/T എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, Q/T എന്ന്. അപ്പോൾ Q ഒരു തന്ന കൂളംസിന്റെയും സെക്കൻഡ്സിന്റെ ടേംസിലാണ്. അപ്പോൾ 12/10 എന്ന് എഴുതാം അല്ലേ. 12 കൂളംബ് 10 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ Q/T ഇൻറ്റു ടൈം എത്രയാണ്? 10 സെക്കൻഡ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. ഇതെല്ലാം 2024 ചോദിച്ച ചോദ്യങ്ങളാട്ടാ. കാര്യം നമ്മൾ ഇത്രയും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഫണ്ടമെന്റൽസ് ആണ് പഠിച്ചിരുന്നെങ്കിലും ഫണ്ടമെന്റൽസിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം. എ കോൺസ്റ്റന്റ് കറണ്ട് load of 1 ampere is drawn from 10 volt battery for a duration of 1 hour, during which its terminal voltage drops linearly to 9 volt. What is the total energy delivered by the battery? നിങ്ങളുടെ കയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 10 വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ്. 10 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് വലിക്കുന്നുണ്ട്. ഒരു ലോഡ് കണക്ട് ചെയ്തപ്പോൾ 1 ആംപിയർ കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ അത് കറണ്ട് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 ആംപിയർ വെച്ച് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇൻ ദ മീൻ വൈൽ വോൾട്ടേജ് പതുക്കെ 10 നിന്ന് പതുക്കെ ലീനിയർ ആയിട്ട് കുറഞ്ഞ് 9 വോൾട്ട് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 1 മണിക്കൂർ കൊണ്ട് അത് എത്ര എനർജി ഡെലിവർ ചെയ്തു, ലോഡിലേക്ക് കൊടുത്തു? അതാണ് ചോദ്യം. അവർ തന്നിരിക്കുന്ന ഇതാണ് സിറ്റുവേഷൻ. അത് 10 വോൾട്ട്, ഇത് ടൈമാണേ. 10 വോൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അവസാനിക്കുന്നത് 9 വോൾട്ടിലാണ്. അതായത് ഇതാണ് 9 വോൾട്ട്. 10 വോൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ കുറഞ്ഞ് ഇവിടെ എത്തി, 9 വോൾട്ട് എത്തി. 9 വോൾട്ട് എത്തി ക്ലോസ് ചെയ്തു. എത്ര സമയം കൊണ്ട്? 1 അവർ കൊണ്ട്. ഇനി ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. ഈ 1 അവർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും 1 അവർ ആയിട്ട് എടുക്കരുത്, 60 മിനിറ്റ്സ് ആയിട്ട് എടുക്കരുത്. യു ഷുഡ് കൗണ്ട് ഇറ്റ് ആസ് 3600 സെക്കൻഡ്സ്. കാരണം നമ്മുടെ SI യൂണിറ്റ്സിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആസ് ഫാർ ആസ് പോസിബിൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് അവസാനം ലാസ്റ്റ് മിനിറ്റ് കൺവേർഷൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ 3600 സെക്കൻഡ് ആയിട്ട് നമ്മൾ എടുത്തു 1 മണിക്കൂറിനെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വോൾട്ടേജിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. പക്ഷേ അവർ പറയുന്നുണ്ട് കറണ്ട് 1 ആംപിയർ ആണ്. കറണ്ട് 1 ആംപിയർ എന്ന് പറഞ്ഞാൽ മീനിങ് അറ്റ് എനി പോയിന്റ് ദാറ്റ് യു കൗണ്ട്, ഏത് സമയം എടുത്താലും ആ സമയത്തെല്ലാം കറണ്ട് 1 ആംപിയർ ആണ്. അപ്പം മീനിങ് ഓരോ നിമിഷവും അത് 1 ആംപിയർ വെച്ച് കറണ്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷെ വോൾട്ടേജ് പതുക്കെ കുറയുന്നു. അതിനർത്ഥം ഓരോ നിമിഷത്തിലുള്ള പവർ വ്യത്യാസമായിരിക്കും അല്ലേ? പവർ വ്യത്യാസമായിരിക്കും. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10 വോൾട്ടിന് 1 ആംപിയർ കൊടുത്തു. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 10 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ ഇസ് ഈക്വൽ ടു 10 വാട്ട്സ് ആണ് ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് 9 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ ആണല്ലോ. അത് 9 വാട്ട്സ് ആണ്. അതായത് സ്റ്റാർട്ടിങ് 10 വാട്ട്സ് പവർ ഡെലിവർ ചെയ്ത് പതുക്കെ അത് ഇറ്റ് ഡ്രോപ്സ് ഡൗൺ ടു 9 വാട്ട്സ്. അപ്പോൾ സത്യത്തിൽ ഞാൻ എന്ത് ചെയ്യും കഴിഞ്ഞാൽ എൻ്റെ ഈ വോൾട്ടേജ് പ്രൊഫൈലിനെ ഞാൻ കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഇതിനെ ഒരു പവർ പ്രൊഫൈലാക്കി മാറ്റാൻ പറ്റും. അപ്പം തന്നിരിക്കുന്ന വാല്യൂ 1 ആംപിയർ ആണ് ഫോർ സിംപ്ലിസിറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് 9 ഇതിനെല്ലാത്തിനും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 1 ആംപിയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 9 വാട്ടിൽ എൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടൂടെ? ശരിയല്ലേ? നിങ്ങൾ വോൾട്ടേജ് പ്രൊഫൈൽ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ സമയത്തെയും കറണ്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ വോൾട്ടേജ് കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പവർ പ്രൊഫൈലാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്ന പവർ പ്രൊഫൈലാണ്. നിങ്ങളുടെ കയ്യിൽ പവർ പ്രൊഫൈൽ കിട്ടിയ എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്താണ്? ദ എനർജി ഈസ് ഏരിയ. ഇതിന്റെ എത്ര ഏരിയ ഉണ്ടോ അതായിരിക്കും അതിന്റെ എനർജി സ്പെൻഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇനി ഏരിയ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും?
ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴേക്കും 9 watts ഇൻറ്റു 3600 പ്ലസ് ഹാഫ് ബി എച്ച്. ഹാഫ് ബി എന്ന് പറയുന്നത് ബേസ് 3600 പ്ലസ് ഇൻറ്റു ബി എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എച്ച് എന്ന് പറഞ്ഞാൽ 10 watts ആണോ? അല്ല, 1 watt ആണ്. കാരണം ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയേ നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലേ, ഇൻറ്റു 1. അപ്പോൾ 9.5 ഇൻറ്റു 3600 കാൽക്കുലേറ്റ് ചെയ്യും. ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജൂൾസിലായിരിക്കും, കാരണം ഇത് സെക്കൻഡ്സിലാണ്. അപ്പോൾ വാട്ട് സെക്കൻഡ് ജൂൾസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. വേറെ ഒന്നും നോക്കണ്ട. അത് എത്രയായിരിക്കും കിട്ടുന്നത്? കിട്ടുന്ന വാല്യൂ 34.2 കിലോ ജൂൾസ്. ഓപ്ഷൻ ബി. ഐഡിയ എവിടെ കിട്ടിയോ? ഓക്കെ ആണ്.